നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം, ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിൻ്റെ മീതെ നടന്നു പോയവൻ, മൃതിയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വഴികളെ
പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ. മനുജരെ മഹിതഗീതികൾ ഒഴിച്ചിടുവിൻ. വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ. സാദരം കൈകൾ കോർത്തു നിരന്നിടുവിൻ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീയൻ പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ. വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാരിലില്ലിതു പോ വാനിലില്ലിതു പോ നീയൊഴിഞ്ഞുള്ളൊരാനന്ദം ചിന്തിച്ചിടാ വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൂക്കൾക്കില്ല പ്രഭ തേൻ മധുരമല്ല നീ വരുമ്പോൾ ആനന്ദം വർണ്ണ്യമല്ല വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവ യേശുനാഥ
നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദിചേരുകിലും വ്യാധി നോവുകിലും നീ എനിക്കരികിലൻ ആശ്വാസമേ വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വാവ യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിൻ മലരുകൾ തേടി തേടി വരുന്നു വരുന്നു ദൈവം ഹൃദയത്തിൽ പാർപ്പിടം തേടി തേടി വരുന്നു വരുന്നു ദൈവം സ്നേഹത്തിൻ മലരുകൾ തേടി തേടി വരുന്നു വരുന്നു ദൈവം ഹൃദയത്തിൻ പാർപ്പിടം തേടി തേടി വരുന്നു വരുന്നു ദൈവം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരു നീ പാപിയാമെന്നിൽ വന്നു വാഴുവാൻ ആശ കൊള്ളുന്നു. ആരു നീ പാപിയാമെന്നിൽ വന്നു വാഴുവാൻ ആശ കൊള്ളുന്നു. സ്നേഹമേ മണൽ കാട്ടിൽ ശീതള നീർത്തടാകം തീർത്തിടുന്നു നീ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിൻ മലരുകൾ തേടി തേടി വരുന്നു വരുന്നു ദൈവം. ഹൃദയത്തിൽ പാർപ്പിടം തേടി തേടി വരുന്നു വരുന്നു ദൈവം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ബലഹീനമായ ജീവിത ഇടങ്ങളിലേക്കാണ് ഈശോ ഇപ്പോൾ എഴുന്നള്ളി വന്നത്. നമ്മുടെ മനസ്സിൽ നാം പ്രഘോഷിച്ചതും മനസ്സിൽ ഇപ്പോഴും അവശേഷിപ്പിക്കുന്നതുമായ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിച്ചിട്ടാണ് ഈശോ വീണ്ടും അൾത്താരയിലേക്ക് അണയുന്നത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഈ 4 ദിവസങ്ങൾ അഭിഷേകത്തിൻ്റെ ദിനമായിരുന്നു, ചെറിയ മാറ്റത്തിൻ്റെ ദിനങ്ങളൊക്കെ ആയിരുന്നു. തിരിച്ചറിവോടുകൂടെ നമുക്കാവാം. ദൈവത്തോട് കൂടെയാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഈ നോമ്പുകാലം ഒരു തിരിച്ചുവരവിൻ്റെ കാലഘട്ടമാണ്, കണ്ടുമുട്ടലിൻ്റെ കാലഘട്ടമാണ്. ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം വലിയ ബഹുമാനപ്പെട്ട വികാരിച്ചൻ നമ്മളോട് ഓർമ്മിപ്പിച്ചു 2 ചോദ്യങ്ങൾ. ഹാഗാറിനോട് ചോദിച്ച ചോദ്യമാണത്. ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? നാം തിരികെ ഇന്ന് ഭവനത്തിലേക്ക് പോകുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ കൂടെ ഉണ്ടാവണം. ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് നമുക്ക് അനുഭവമാവാം, അനുഗ്രഹമാവാം, തലമുറകൾക്ക് അനുഗ്രഹമാവട്ടെ. അബ്രാഹത്തെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും അനുഗ്രഹമാവാം. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിക്കുന്നവരാകുവാൻ, ഓരോ ചെയ്തിയിലും നന്മ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൽ നിരക്കുന്നതാകുവാൻ, പ്രാർത്ഥനയോടുകൂടെ കാരുണ്യത്തോടുകൂടെ മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുഖഭാവങ്ങൾ കണ്ട് നമ്മുടെ ജീവിത വിശുദ്ധിയിൽ അടിയുറച്ച് നമ്മുടെ ദൈവവിളിയിൽ
ആഴത്തിൽ ഊന്നിയ പ്രാർത്ഥന കൊടുത്തുകൊണ്ട് ധൂർത്തപുത്രനെ പോലെ ഒരു റിയലൈസേഷൻ, തിരിച്ചറിവ്, മനസ്താപം, റിപ്പൻഡൻസ് ഉണ്ടാവണം. തീരുമാനമെടുക്കണം, തിരിച്ചു പോകണം, അപ്പൻ്റെ കൂടെ ആവണം, നഷ്ടമായ എല്ലാം വീണ്ടെടുക്കണം ഇരട്ടിയായിട്ട്. പ്രിയമുള്ളവരെ, നമുക്ക് നഷ്ടമായതൊക്കെ ഇരട്ടിയായിട്ട് തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ജോബ് 42, 8, 9 ഒക്കെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ നഷ്ടമായതൊക്കെ ഇരട്ടിയായി ദൈവം കൊടുക്കുന്നുണ്ട്. ഇന്ന് ഈശോയെ സ്വീകരിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ മടക്കയാത്ര. എല്ലാ കൃപാവരങ്ങളും എന്നും ഉണ്ടാവട്ടെ. ഈ ഇടവക മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ, ഇടവകയിലെ ഓരോ മക്കളും ആർക്കും സങ്കടമുണ്ടാവാതെ ഇസ്രായേൽ മക്കൾക്ക് കാനാൻ കൊടുത്തതുപോലെ ഒരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കുവാൻ, വിവാഹ തടസ്സമുള്ളവർക്ക് ജീവിത പങ്കാളി കൊടുക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് ഈശ്വര കൃപ കൊടുക്കുവാൻ, നമ്മുടെ പാതയിൽ വലിയ പ്രകാശമായി നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ മുട്ടൂത്തി നിൽക്കുക, അല്ലാത്തവർ നിന്നുകൊണ്ട് ഈശോയിലേക്ക് നോക്കി കരങ്ങൾ നീട്ടി, ഈശോയെ ഈ ദിവസങ്ങളൊക്കെ നന്മയുടേതായിരുന്നു, ബലഹീനരും പാപികളുമായി ഞങ്ങളെ അവിടുന്ന് ഒരുക്കുകയായിരുന്നു. നന്ദിയോടുകൂടെ ലൂയിസേട്ടനെയും ഡേവിസേട്ടനെയും ഓർത്ത് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ഇതിൻ്റെ അധികാരികളെല്ലാവരെയും, ഇന്ന് വന്ന നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഈ ഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം നമ്മളെയാണ് ഒരുക്കിയത്. നിങ്ങളുടെ ഓരോ കണ്ണുനീരും ഈശോ കാണുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിലെ പ്രാർത്ഥനയും അവിടുന്ന് കേൾക്കുന്നുണ്ട്. വിശ്വാസപൂർവ്വം നമുക്ക് തിരികെ ഭവനത്തിലേക്ക് പോകാനുള്ള കൃപയെടുക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്തുതികളോടുകൂടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എൻ്റെ ജീവിതത്തിലേക്ക് ഈ ആണ്ടുവട്ടത്തിലെ വലിയ നോമ്പ്, വിശുദ്ധവാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഞാനായിരിക്കുമ്പോൾ ഈശോയെ എന്നെ ഉപേക്ഷിച്ച് പോകരുത് എന്നൊരു പ്രാർത്ഥനയിൽ ഈ തീർത്ഥാടന ജീവിതവും നമ്മുടെ ജീവിത ഇടങ്ങളുമൊക്കെ നന്മയുടേതാകുവാൻ, ഈ മഹാജൂബിലി ഏറ്റവും നന്മയുടേതാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ നമുക്ക് ഈശോയിലേക്ക് ഒരു തീർത്ഥാടനം നടത്താം. സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം. ഓ ദിവ്യകാരുണ്യമേ ആരാധന, ആരാധന, ആരാധന. ശ്വേ ആരാധിക്കുന്ന, 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 ആരാധിക്കുന്ന. ശ്വേ 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 സ്തുതി, ശ്വേ സ്തുതി, ശ്വേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ശ്വേ 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 ആരാധന, ശ്വേ സ്തുതിക്കുന്നു. ശ്വേ ആരാധന, 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 ആരാധന. അനുഗ്രഹിക്കുന്ന ദൈവമേ ആരാധന, ആരാധന, ആരാധന. ശ്വേ ആരാധന, സ്തുതി. ശ്വേ ആരാധന ദൈവമേ ആരാധന. ശ്വേ സ്തുതി. നന്ദി, നന്ദി, നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് നന്ദി പറയാം. പരിശുദ്ധ അമ്മയെ വണങ്ങിക്കൊണ്ട്
നമ്മുടെ എല്ലാ വൈദികരെയും ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെയും ഇടവകയിലുള്ള എല്ലാ മക്കളെയും നമ്മളെ സഹായിച്ച ഗാനത്തിലൂടെ വചനത്തിലൂടെ സഹായിച്ച എല്ലാവരെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയും ഓർത്തുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി പാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചപ്പോൾ ചുമലക്കൊടി കാണിച്ച് നമ്മുടെ വാഹനം നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്, പച്ചക്കൊടി കാണിക്കാൻ പോകുന്നു. നമ്മുടെ വണ്ടി റിപ്പയറിങ് കഴിഞ്ഞു, ഇന്ധനമൊക്കെ ഒന്ന് മാറി, കളയേണ്ടതെല്ലാം കളഞ്ഞു, ശുദ്ധീകരിച്ചു. നമ്മുടെ പാതയും ഈശോ മുമ്പേ പോയിട്ട് നേരെയാക്കിയിട്ടുണ്ട്. പച്ചക്കൊടി സ്വീകരിച്ചു കൊണ്ടുപോകാം. ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും പറയുകയാണ്, ഈസ്റ്റർ കഴിയുമ്പോഴും ഈ നന്മയുണ്ടാവണം. ഈസ്റ്ററിൻ്റെ പടിവാതിക്കൽ ഒരുപാട് തിന്മകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. വീണു പോവാതിരിക്കാനായിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പോകാൻ വരട്ടെ. ഒരു 5 മിനിറ്റ് അത് മാത്രമേ എടുക്കുകയുള്ളൂ. ഈ 4 ദിവസവും നമുക്ക് വേണ്ടി വചനം മുറിച്ചു തരികയായിരുന്നു. അച്ഛനോടുള്ള സ്നേഹവും കടപ്പാടും പറയുന്നതിന് മുമ്പ് 1-2 ചെറിയ അറിയിപ്പുകൾ. നാളെ ഓശാന ഞായറാഴ്ചയാണ്. രാവിലെ 6 മണിക്ക് കിഴക്കേ കപ്പേളയിൽ നിന്നാണ് കുരുത്തോല പ്രദക്ഷിണം ആരംഭിക്കുന്നത്. ആ ഒരു ചിന്തയിലേക്ക് കടന്നത്. ഈ വർഷം വാർഷിക ധ്യാനം, പ്രത്യേകിച്ച് ജൂബിലി വർഷമാണ്. ഈ ഒരു വർഷം ധ്യാനിപ്പിക്കാനായിട്ട് ആരെ ലഭിക്കും? അപ്പോഴാണ് തേജസ് അച്ഛൻ പറഞ്ഞത്, ബിനോയ് ആലപ്പട്ടച്ചൻ നല്ലൊരു ധ്യാന ഗുരുവാണ്, നന്നായിട്ട് വചനം പ്രസംഗിക്കുന്നു ഒക്കെ. എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ഈ 4 ദിവസവും അച്ഛന് ഒരു ക്ഷീണവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ മുഖത്തെ പ്രസന്നത, ശബ്ദത്തിൻ്റെ ഗാംഭീര്യം, അങ്ങനെ എല്ലാം വചനം എത്ര മനോഹരമായിട്ടാണ് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിന്, കുടുംബജീവിതത്തിന് പ്രചോദനം നൽകുന്ന രീതിയിൽ, അഭിഷേകമാകുന്ന രീതിയിൽ മുറിച്ച് തന്നത്. താല്പര്യത്തോടെ, ദാഹത്തോടുകൂടെ ഇവിടെ വന്നവരൊക്കെ കേട്ടിരിക്കാൻ തക്ക വിധത്തിൽ വചനത്തിൻ്റെ ഉള്ളുകളിലേക്ക് പോയി നമുക്ക് അച്ഛൻ പ്രസംഗിച്ച് വചനം വ്യാഖ്യാനിച്ച് തന്നു. കുടുംബങ്ങളെ, പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെയൊക്കെ വിവരിച്ച് തന്ന് അതിൻ്റെ വെളിച്ചത്തിൽ വചനം നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നൊക്കെ, കുടുംബത്തെയും വിശുദ്ധ കുർബാനയെയും അവസാനം ആ കുരിശിൻ്റെ വഴി നാളെ മുതൽ ആരംഭിക്കുന്ന വിശുദ്ധ വാരത്തിൻ്റെ ഒരു ആത്മീയമായ അർത്ഥം നമുക്ക് വിശദീകരിച്ച് തന്നു. അതൊക്കെ ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല, അത്രയ്ക്കും മനോഹരമായിട്ട് തന്നെ അച്ഛൻ അത് നിർവഹിച്ചു. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നവരുടെ പേരിൽ, ഇടവകയുടെ പേരിൽ ബിനോയ് അച്ഛന് വലിയ സ്നേഹത്തോടു കൂടി ഒരു നല്ല കയ്യടി കൊടുത്ത് നമുക്ക് അഭിനന്ദിക്കാം. നമുക്ക് 3 കാര്യങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് നമുക്ക് ഒന്ന് ചൊല്ലാം. ആദ്യത്തേത് അച്ഛന് വേണ്ടിയാണ്, 2 വെട്ടുകാട് സ്നേഹാശ്രമത്തിന് വേണ്ടിയാണ്, 3-മത്തേത് അച്ഛൻ അംഗമായിരിക്കുന്ന ക്ലെരീഷ്യൻ സന്യാസ സമൂഹത്തിന് വേണ്ടി. എനിക്ക് വളരെ പരിചയമുള്ളൊരു സന്യാസ സമൂഹം കൂടിയാണ്. നമുക്കൊന്ന് കണ്ണുകളടച്ച് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ആദ്യം അച്ഛൻ്റെ നിയോഗങ്ങൾക്ക് ആരോഗ്യവും കൃപകളും ലഭിക്കട്ടെ, അച്ഛൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു ചിന്തയോടുകൂടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. വെട്ടുകാട് സ്നേഹ ആശ്രമത്തെ നമുക്ക് ഓർക്കാം. ജയിലിൽ കഴിയുന്ന സഹോദരങ്ങൾ അവിടെ നിന്ന് മോചിതരായിട്ട് വരുമ്പോൾ അവർ സമൂഹത്തോടും ഇടവകയോടും കുടുംബത്തോടും ഒക്കെ
യോജിച്ചു പോകാനുള്ള ഒരു രൂപീകരണം നൽകുന്നത്. അത് വലിയ കഠിനമായ പ്രയത്നമാണ്, പ്രാർത്ഥന ആവശ്യമുള്ളതാണ്. ആ സ്നേഹാശ്രമത്തിലെ അലക്സാണ്ടർ അച്ഛനെയും ബിനോയ് അച്ഛനെയും ഷമ്മാസിനെയും മറ്റ് സഹോദരങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവൻ ശുശ്രൂഷയിലായിരിക്കുന്ന അച്ഛൻ്റെ സന്യാസ സമൂഹമുണ്ട്, ക്ലെരീഷ്യൻ സന്യാസ സമൂഹം. ഇതിൻ്റെ ചില അച്ഛന്മാർ വളരെ വ്യക്തിപരമായിട്ട് അറിയാം. വളരെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇത്തരത്തിൽ സ്ട്രീറ്റ് മിനിസ്ട്രി ആകാം, ജയിൽ മിനിസ്ട്രി ആകാം, വളരെ തീഷ്ണതയോടുകൂടെ ആ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആ സന്യാസ സമൂഹത്തിന് വേണ്ടി നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും, കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഈ 4 ദിവസവും ഗാന ശുശ്രൂഷ ചെയ്തത് ഡേവിസ് ആണ്. ഡേവിസ് മഞ്ഞളി, റാഫി മഞ്ഞളി പിതാവിൻ്റെ ഇളയ സഹോദരനാണ് ഡേവിസ്. വളരെ നല്ല ഒരു സംഗീതജ്ഞനാണ്, നന്നായിട്ട് പാടും, കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗാന ശുശ്രൂഷ കുറേ കൂടി ഭക്തി ഉണ്ടാകാൻ, ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സഹായകമായി. ഡേവിസിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ സ്വന്തമായിട്ട് ലൂയിസേട്ടൻ ഇവിടെയുണ്ട്, ഓൾട്ടർ ബോയ്സ്, അങ്ങനെ തുടങ്ങി അച്ഛന്മാർ. ഷമ്മാസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിയുള്ള വർഷങ്ങൾ ദൈവശാസ്ത്രം പഠിക്കാനായിട്ടൊക്കെ ഷമ്മാസൻ പോകുകയാണ്. ഷമ്മാസിനെയും കൂടെ വന്നിട്ടുള്ള മറ്റച്ഛന്മാരും എല്ലാവരെയും, കൈക്കാരന്മാർ തുടങ്ങി എല്ലാവരെയും ഞാൻ ആരെയും പിന്നെ എടുത്തെടുത്ത് പറയുന്നില്ല. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം പ്രൈസ് ദ ലോർഡ് പറയാം. വലതുകാരം ഉയർത്തി പ്രൈസ് ദ ലോർഡ്, ഇടതുകാരം ഉയർത്തി പ്രൈസ് ദ ലോർഡ്, 2 കരം ഉയർത്തി പ്രൈസ് ദ ലോർഡ്. താങ്ക് യു വെരി മച്ച്.